തൻ്റെ ഭർത്താവിൻ്റെ മുഴുവൻ ചിന്തയും തന്നിലേക്ക് ആകർഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ മിടുക്കാണ്. പരസ്ത്രീകളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടത് എന്താണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ്. അതിനവൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഇവിടെ നോക്കി നിങ്ങൾ, ഈ രൂപത്തിലൊക്കെ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു ത്യാഗത്തിന് തയ്യാറായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗത്തിലാന്ന് ഇവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇസ്ലാം അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നത്? ഇഷ്ടമറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം അതിൻ്റെ നിയമമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ശുറൈഹുൽ ഖാദി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ബനു ഹൻദല ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ അവർ ഉളുവെടുത്ത് 2 റക്അത്ത് ഭാര്യയും ഭർത്താവും നിസ്കരിച്ച് രണ്ടാളും അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി തേടി കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താവായ ശുറൈഹിനെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഇന്നിമ്രഅത്തുൻ ഗരീബ, എനിക്ക് നിങ്ങളെ പരിചയമില്ലാത്ത ഒരു വിദേശിയായ പെണ്ണാണ് ഞാൻ. ലാ ഇൽമ ലീ ബി അഖ്ലാഖിക, നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു പിടിപാടുമില്ല. ഫബയ്യിൻ ലീ മാ തുഹിബ്ബു ഫാതി, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെങ്കിൽ ഇന്നെനിക്ക് വിശദീകരിച്ചു തരണം, അതൊക്കെ ഞാൻ ചെയ്തോളാം. വമാ തക്റഹു, അങ്ങേക്ക് വെറുപ്പുള്ളത് എന്താണെങ്കിൽ അതും എന്നോട് പറയണം. ഫാബ്തഇദ അൻഹു, ഞാനതിൽ നിന്ന് വിട്ടുനിന്നോളാം. അങ്ങനെ ശുറൈഹുൽ ഖാദി പറയുകയാണ്, 10-20 കൊല്ലത്തോളം ഞാൻ അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എനിക്കവളെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടില്ല. എത്ര ശ്രദ്ധയോടുകൂടെ മുൻഗാമികൾ അവരുടേതായ ഈ രംഗം ചിന്തിച്ചു. ഇഷ്ടഭക്ഷണം, ഇഷ്ടവേഷവിധാനം, സ്നേഹപൂർവ്വം വിളമ്പിക്കൊടുക്കുക, സ്നേഹപൂർവ്വം മരുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2 നിലക്ക് ഒരു ഭർത്താവ് പറയണ് ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് 2 നിലക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. 2 നിലക്ക് ട്രീറ്റ് ചെയ്യാം. രണ്ടും സംഗതി നടപ്പുള്ളതാണ്. ഒരു പെണ്ണിന് വേണമെങ്കിൽ എന്ത് പറയാ, തലവേദന ഉണ്ടോ, എന്നാൽ അവിടെ വിക്സ് ഉണ്ട്, അവിടെ ഇരിക്കണോ, എടുത്ത് പറ്റിക്കോളി എന്ന് പറയും. അതൊരു മറുപടിയാണ്. കുഴപ്പമില്ല, വിക്സ് അവിടെ ഇരിക്കുന്നുണ്ട്, എടുത്ത് പറ്റിക്കോളി, വിക്സ് പറ്റിയാൽ മാറിക്കോളും, ഞാനൊക്കെ അതാ ചെയ്യാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു ട്രീറ്റ് നടത്താം. അതെന്താ, തലവേദന, അയ്യോ എന്തേ പ്രയാസം ഉണ്ടായോ, നല്ല വിഷമമുണ്ടല്ലേ, തലവേദന ഉണ്ടല്ലേ എന്നിങ്ങനെ തടയി കൊടുത്തു. ആ ഷെൽഫ് പോയിട്ട് ആ വിക്സ് എടുത്തു കൊടുന്ന് മൂടി തുറന്നു, ഇവിടെ രൂക്ഷമായി പുരട്ടിക്കൊടുത്തു, ആശ്വാസമായി. അതൊരു ട്രീറ്റ്മെൻറ്റാണ്. രണ്ടും 2 പെരുമാറ്റങ്ങളാണ്. ഏതാണ് ഒരു ഭാര്യയുടെ, ഏതാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സിനെ പിടിച്ചെടുക്കുക? എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പക്ഷെ അതിന് തയ്യാറാകുന്നവർ വിരളം. അങ്ങോട്ട് പോകാൻ തന്നെയാണ്. ഭാര്യ ഇങ്ങനെ വിഷമിച്ച് കിടക്കണ, എവിടെ കിടന്നോ, ഗുളികണ്ട്, അവിടെ പനഡോൾഡ് വേണേ എടുത്തടിച്ചോ, അങ്ങനെ പറയാം ഒരു ഭർത്താവിന്. അല്ല, വിഷമമുണ്ടല്ലേ, അവിടെ അടുത്തിരുന്ന് ഒന്ന് ആശ്വസിപ്പിച്ച് തടവിക്കൊടുത്ത് പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ റബ്ബന്നാസ് ദീബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. സാരല്ല, എന്താ മരുന്നുണ്ടോ, ഒരു വെള്ളം കൊടുത്തെടുത്ത് ഗുളിക കഴിച്ചു. എന്ത് സന്തോഷമായി അവൾക്ക്. രണ്ടും ഇത് 2 കുടുംബങ്ങളിലുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ മിടുക്കാണ്. ഇതിനൊക്കെ കൂലിണ്ട് എന്നാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ബന്ധങ്ങൾ ഊഷ്മളമാകും. അവിടെ ബന്ധങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നല്ല നിലക്കുള്ള ബന്ധമായിരിക്കും. ഇല്ലെങ്കിലോ എന്താ ചെയ്യാഞ്ഞ് മുന്നോട്ട് പോകുന്നേ എന്നും പറഞ്ഞിട്ടിങ്ങനെ 2 കൂട്ടരും പരസ്പരം പല്ലടിക്കും. അങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഈ ചങ്ങായിനായിട്ടാണ് മുന്നോട്ട് പോകുകയെന്ന് ഓളും, വിളയേറ്റാണ് മുന്നോട്ട് പോകുകയെന്ന് ഇവനും. അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്ന ഒരു ദുരന്തം. ഒരു സുഖമില്ലല്ലോ, അതൊരു സമാധാനമില്ലല്ലോ. പിണക്കങ്ങൾ ഉണ്ടാകും. അതേ ഇണക്കളിലോടത്തൊക്കെ പിണക്കുണ്ടാവും, അതൊക്കെ ഒരു രസമാണ്, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പിണക്കങ്ങളാകുമ്പോൾ അതിങ്ങനെ പിന്നെ പ്രയാസങ്ങളിലേക്കാണ് നീങ്ങുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ല നിലക്കുള്ള കുടുംബ ജീവിതങ്ങൾ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ.